ഹായ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയാൻ വന്നത് എന്താണെന്നറിയോ? ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് പിന്നെ ഡ്രൈവിംഗ് പഠിച്ചതെന്ന്. ഞാൻ ഇപ്പോൾ ഒരു വർഷമായിട്ടോ, കഴിഞ്ഞ ഏപ്രിലായിരുന്നു, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഏപ്രിലായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ 2025 24 ഏപ്രിലായിരുന്നു എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഒറ്റ പ്രാവശ്യം തന്നെ പോയപ്പോഴത്തേക്ക് എനിക്ക് 2 ലൈസൻസും കിട്ടി കേട്ടോ. 2 വീലറിൻ്റെയും 4 വീലറിൻ്റെയും കിട്ടി കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ചിലവരുടെ വിചാരം എനിക്ക് 2 വീലർ മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ 2 വീലർ അല്ലാട്ടോ, എനിക്ക് 4 വീലറും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. എൻ്റെ കൂടുതലും ഉപകാരപ്പെടുന്ന എൻ്റെ കൂടെ ഉള്ളവർക്കായിരിക്കും. എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോകാൻ പോകുമ്പോൾ എല്ലാവരും വിചാരിക്കും സൈക്കിൾ ബാലൻസ് വേണമെന്ന്. സൈക്കിൾ ബാലൻസ് ഒന്നും വേണ്ട കേട്ടോ. എനിക്കൊന്നും സൈക്കിൾ ബാലൻസ് ഇല്ല, ഞാൻ സൈക്കിളേ കണ്ടിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഞാനും വിചാരിച്ചു, നമ്മളെന്നും രാവിലെ എണീറ്റ് കഷ്ടപ്പെട്ട് ബസ്സിന് പോവാണ്, കുറച്ച് നേരത്തെ പോകണം. അപ്പം എന്താ പറയുക, നമ്മുടെ ഉറക്കം എനിക്ക് കുറഞ്ഞു. വൈകുന്നേരം വരുമ്പോഴത്തേക്ക് നമുക്ക് ഉറങ്ങാൻ മാത്രം നമ്മൾ വീട്ടിൽ വരുന്ന പോലെ ആയിട്ടോ. അപ്പം എനിക്കും കുറച്ച് സമയം വേണം തോന്നി. അപ്പം ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡ്രൈവിങ്ങിന് പോയത്. അപ്പം രാത്രിയൊക്കെ കുട്ടികൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാലും ഞാൻ എല്ലാവരെയും വിളിച്ച് ഇങ്ങനെ കഷ്ടപ്പെടണം. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ തന്നെ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നെ കുട്ടികളെ കൊണ്ടാവാമല്ലോ. അപ്പം അങ്ങനെ കുറേ ഇതുള്ളപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ധൈര്യം വന്നു. അങ്ങനെ ഞാൻ എന്താക്കി, ഇങ്ങനെ അന്വേഷിച്ച് ഒരാളോട് പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചുള്ളിയോടുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നു കേട്ടോ. അപ്പം ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ എങ്ങനെയായിരിക്കും, അവർ ചീത്ത പറയും, നമ്മളെങ്ങനെ പഠിക്കുക, അങ്ങനെയൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ അനിയൻ്റെ കൂടെ പോയിട്ട് എനിക്കിങ്ങനെ കാല് കയറ്റി വെച്ചിട്ട് സ്കൂട്ടി ഓടിക്കാൻ അറിയായിരുന്നു കേട്ടോ. കാല് കുത്തിയല്ല, കാല് കയറ്റി വെച്ചിട്ട് ജസ്റ്റ് സ്കൂട്ടി ഓടിക്കും. അല്ലാണ്ട് എനിക്ക് റോഡിലേക്ക് കയറ്റാനോ അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ചുറ്റി മാത്രം ഓടിക്കാൻ മാത്രമേ അറിയുള്ളായിരുന്നു. അപ്പം എൻ്റെ അനിയൻ എന്നോട് പറഞ്ഞ്, നിന്നെക്കൊണ്ട് പറ്റില്ല, നിന്നെക്കൊണ്ട് ഒരിക്കലും പറ്റില്ല, നിനക്ക് പറഞ്ഞ ഒരു പണിയല്ല ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ തള്ളിയിട്ടു. അപ്പം ഓരോരുത്തർ അങ്ങനെ പറഞ്ഞാലല്ലേ നമുക്ക് വാശി കയറുള്ളൂ ജീവിതത്തിൽ. അപ്പം അങ്ങനെ എനിക്ക് ഡ്രൈവിംഗ് പഠിച്ചേ തീരുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ സംസാരിച്ച് അങ്ങനെ അവർ പൈസയൊക്കെ തന്ന് ഞാൻ അങ്ങനെ ചേർന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ആകെ ഉള്ള ഒരു ദിവസം സൺഡേ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള ദിവസമൊക്കെ ഞാൻ ജോലിക്ക് പോകും കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ സൺഡേ അവരോട് ചോദിച്ചു, സൺഡേ ക്ലാസ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വരാൻ പറ്റുള്ളൂ പറഞ്ഞപ്പോൾ അവർ ഓക്കെ സൺഡേ ക്ലാസ് ഉണ്ട് പറഞ്ഞു. അങ്ങനെ രാവിലെ ഞാൻ ജോലിക്ക് ഇറങ്ങുന്ന അതേ ടൈമിൽ തന്നെ ഒരു 6:45 ബസ്സിന് ഞാൻ ഇവിടുന്ന് ബത്തേരിക്ക് പോകും കേട്ടോ. നമ്മുടെ ബത്തേരി ടൗണിലേക്ക് പോകും. അവിടെ നിന്നാണ് അങ്ങനെ ഞാൻ ബത്തേരി പോകാൻ തീരുമാനിച്ചു. ബത്തേരി പോയി രാവിലെ തന്നെ ബത്തേരി ആ ബസ്സിന് 7:30 ബസ്സിനാണ് കേട്ടോ ഞാൻ പോണത്. 7:30 ബസ്സിന് പോയി. ആദ്യം ഞാൻ അവിടെ എത്തും. എന്നിട്ട് ഞാൻ എന്തൊക്കെയാ ആദ്യം ജസ്റ്റ് അവർക്ക് ഞാൻ അവരോട് പറഞ്ഞില്ല എനിക്ക് കാല് കയറ്റി വെച്ച് സ്കൂട്ടിയിൽ ഗ്രൗണ്ടിൽ മാത്രം ഓടിക്കാൻ അറിയാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഞാൻ എന്തൊക്കെയാ ആദ്യം മുതൽ തന്നെ പഠിക്കാം, എല്ലാം അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്നെ കൊണ്ട് ഓടിക്കാൻ പറ്റില്ല, ഞാൻ നാണക്കേടാവില്ല വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ എന്താക്കി, അവരെന്നെ MIT കയറ്റിയിരുത്തി. MITയിൽ ഇങ്ങനെ ഒരു റൗണ്ട് വന്നു. അപ്പം ഞാൻ കാല് കയറ്റി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഓടിക്കുന്നത്. അപ്പോൾ അവർക്ക് തോന്നി കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ 2 സൺഡേ പോയപ്പോഴും ഞാൻ ഗ്രൗണ്ടിൽ തന്നെയാണ് കേട്ടോ ഓടിച്ചത്. ഗ്രൗണ്ടിൽ തന്നെ ഓടിച്ച്. അപ്പോൾ ഗ്രൗണ്ടിൽ തന്നെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചേട്ടനെ ഇങ്ങനെ നമ്മുടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആ ചേട്ടന് തോന്നിയിട്ടുണ്ടാവും, കുഴപ്പമില്ല ഇവർക്ക് കുറച്ചൊക്കെ അറിയാൻ തോന്നിയിട്ടുണ്ടാവും. അപ്പം നേരെ എന്നെ 8ലേക്ക് വിടുകയാണ് കേട്ടോ ചെയ്തത്. നേരെ കമ്പി ഇങ്ങനെ എട്ടിൻ്റെ അവിടെ ഇങ്ങനെ കമ്പി അടിച്ചിട്ടുണ്ടാവും. ആ കമ്പിയിലേക്ക് കയറ്റി 8 എടുക്കാൻ വേണ്ടി എന്നെ പഠിപ്പിച്ചു. അപ്പം അവർ പിടിച്ചിട്ടാണ് ആദ്യം നമ്മളെ പഠിപ്പിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു, ഇത്രയേ ഉള്ളോ 8 എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളോ വിചാരിച്ചു. പിന്നെ എന്നോട് പറഞ്ഞു, ഗ്രൗണ്ടിന് ഓടിക്കാൻ പോകണ്ട, ഇനി നേരെ 8 പഠിക്കാൻ വേണ്ടി പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താക്കി, പിന്നെ പോകുമ്പോഴൊക്കെ 8ൻ്റെ അവിടെ പോയി, 8 പഠിക്കുന്നതിൻ്റെ അവിടെ പോയി സ്വന്തമായിട്ട് MIT എടുത്ത്. എനിക്ക് എന്ത് ചെയ്താലും 8 എടുക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ പറ്റില്ല. കാരണം എപ്പോഴും കമ്പി തട്ടിപ്പോയിട്ട് കമ്പി വീഴുകയാണ് കേട്ടോ.
അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി എന്നോട് പറഞ്ഞു, ഇനി കമ്പിനി വീഴ്ത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ തലക്കിട്ട് അടിക്കും എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ടെൻഷൻ കയറി. കാരണം ദൈവമേ എനിക്ക് മാത്രമാണോ ഇങ്ങനെ സംഭവിക്കണേന്നൊക്കെ പറഞ്ഞ് ഞാൻ ടെൻഷൻ കയറി. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് 8 എടുക്കാൻ പറ്റിട്ടോ. അപ്പോൾ 8 എടുക്കാൻ പറ്റിയപ്പോഴത്തേക്ക് ആ ചേച്ചി പറഞ്ഞു, കമ്പിയും കൊണ്ട് അടി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് കമ്പിയും കൊണ്ട് അടി കിട്ടുമെന്ന് പറയേണ്ടി വന്നു, നിനക്ക് 8 എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ 8 എനിക്ക് കിട്ടും എന്നായി, 8 എടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതിലേക്ക് എത്തി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാറിലേക്ക് പോകണേ കേട്ടോ. കാറും ഞാൻ വിചാരിച്ചു ദൈവമേ എച്ചൊക്കെ എടുക്കുന്നത് എങ്ങനെയാ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എനിക്ക് 8 എടുക്കുന്നതിനേക്കാളും ഇഷ്ടം കാറായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വിചാരിക്കും ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ലെന്ന്, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളതിന് ഉദാഹരണം ഞാൻ തന്നെയാണ് കേട്ടോ. എനിക്ക് ജീവിതത്തിൽ ഭയങ്കര പേടിയായിരുന്നു എല്ലാം. വണ്ടി ഓടിക്കാൻ പഠിക്കാനും പേടി, എല്ലാം പേടി, ഒന്നിനൊരു താല്പര്യമില്ല. കാരണം നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഒരു ചെറിയൊരു ഘട്ടത്തിൽ എത്തുമ്പോഴാണ് നമുക്ക് എല്ലാം ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. ഒരു ജീവിതത്തിൽ ഒരു ചെറിയൊരു സംഭവം നടക്കുമ്പോഴത്തേക്കും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് എല്ലാം വേണം എന്ന് തോന്നും. അതുവരെ നമ്മൾ ഒന്നിനെ കുറിച്ചും ചിന്തിക്കില്ല. നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ എല്ലാം എത്തുമ്പോൾ നമ്മൾ ഒന്നിനെ പറ്റി ചിന്തിക്കില്ല. പക്ഷെ നമുക്ക് എല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അത് വേണം ഇത് വേണം എന്ന് തോന്നുന്നത്. അങ്ങനെയാണ് ഞാൻ ഡ്രൈവിങ് പഠിക്കും, ഒരു സ്കൂട്ടി എടുത്ത് സ്വന്തമായിട്ട് പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഞാനിപ്പം സ്കൂട്ടി എടുത്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പം ഡ്രൈവിങ് പഠിക്കാൻ പോകുന്ന എല്ലാവരും പേടിക്കണ്ട. അവർ ഒരു പക്ഷേ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് നമ്മൾ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മളിങ്ങനെ ചിരിച്ചു വിടുക. കാരണം നമുക്ക് വേണ്ടിയിട്ടാണ് അവർ എന്താ പറയുക ഇതിങ്ങനെ ചീത്ത പറയുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാം വല്ല നിസ്സാരമാക്കി വിടുക കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈവിങ്ങിനെ കുറിച്ച് എൻ്റെ എക്സ്പീരിയൻസ് ഇനിയും ഉണ്ട് കേട്ടോ. അപ്പം അത് പറയണം എന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവരും ഡ്രൈവിങ്ങിന് പോവുക. എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കരുത്. നമുക്ക് പോകണം തോന്നുമ്പോൾ നമുക്ക് പോകണം. അപ്പം നമ്മൾ എന്താക്കണം, നമ്മൾ ഡ്രൈവിങ് പഠിക്കണം. അപ്പം നമുക്ക് എന്താണെന്ന് പറയാം, ആരും വെയിറ്റ് ചെയ്യണ്ട, ലേറ്റ് ആയാലും പേടിക്കേണ്ട. വണ്ടിയും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം. വീട്ടിലുള്ളവർക്കും അതെ, ഞാനൊക്കെ ഒരുപാട് വണ്ടി കിട്ടിയിട്ടില്ല. ലേറ്റ് ആവുമ്പോൾ ബസ്സൊക്കെ മിസ്സാവുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ടെൻഷൻ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ലാസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള നേരിട്ടുള്ള ഒരു ബസ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിചാരിക്കും ദൈവമേ ഇനി അടുത്ത ബസ് ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോഴത്തേക്കും ഞാൻ എങ്ങനെ വീട്ടിലെത്തും എന്നുള്ള ടെൻഷനായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ടെൻഷൻ ഇല്ല കേട്ടോ. എങ്ങനെ ഇപ്പം നമുക്ക് സ്വന്തം വണ്ടിയുള്ള അപ്പോൾ കുറച്ച് ലേറ്റ് ആയാലും, നമ്മൾ ജോലി കഴിഞ്ഞ് കുറച്ച് ഇറങ്ങാൻ ലേറ്റ് ആയാലും നമുക്ക് പേടിക്കേണ്ട. കാരണം നമ്മുടെ അടുത്ത് വണ്ടി ഉണ്ടല്ലോ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ പോവാം എന്നുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടി. അപ്പോൾ എല്ലാവരും ഡ്രൈവിങ് പഠിക്കണം. ആരും പേടിച്ചിട്ട് പിന്മാറരുത്. നമ്മൾ ചെന്നിട്ട് അതിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ. പുറത്ത് നിന്നിട്ട് അയ്യോ എനിക്ക് പേടിയാവുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല, അവർ ചീത്ത പറയും, എന്നെ കൊണ്ട് 8 എടുക്കാൻ പറ്റുമോ 8 എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും കേട്ടോ. പക്ഷെ അതൊന്നുമില്ല. നമ്മൾ ചെന്ന്, ഞാനും അങ്ങനെ വിചാരിച്ചിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് നമ്മൾ 8ഉം 8ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും ഇതൊക്കെ ഇത്ര സിമ്പിളായിരുന്നു എന്ന് മനസ്സിലാവും കേട്ടോ. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എല്ലാം കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ദിവസം സൺഡേ ഒരു ദിവസം ലീവ് ഉള്ളൂ, നമുക്ക് കിടന്നുറങ്ങാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ കുറച്ച് ദിവസം നമ്മൾ കഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് എല്ലാ സൺഡേയും കിടന്നുറങ്ങാനുള്ള സമാധാനത്തിൽ. അപ്പം അതുകൊണ്ട് എല്ലാവരും ഡ്രൈവിങ് പഠിക്കണം, പേടിക്കരുത്. അപ്പം അത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ.